ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങളിൽ ഇപ്പോൾ ലോകം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അന്താരാഷ്ട്ര കടലിലെല്ലാം ഇറാന്റെ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുക, അതിനെ തടസ്സം ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, അങ്ങനെ ഇറാനെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുക എന്നതാണ് ട്രംപിന്റെ അവസാനഘട്ട പദ്ധതി. ഇങ്ങനെ ഈ ഒരു ഉപരോധം മുന്നോട്ട് പോകുമ്പോൾ ഇറാനെ കീഴടങ്ങേണ്ട സാഹചര്യം വരും, സാമ്പത്തിക പ്രതിസന്ധി വരും എന്നാണ് ട്രംപ് കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോൾ പുതിയ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്, അമേരിക്ക ഞങ്ങളുടെ ഏതെങ്കിലും കപ്പലുകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കപ്പലുകളെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെതിരെ ഞങ്ങൾ അമേരിക്കയുടെ ഒരു ബേസ് ആക്രമിക്കും, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കപ്പൽ ആക്രമിക്കും. ഇതാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ IRGC പറയുന്നത് 1 US base or ship hit for every Iranian oil tanker strike എന്നാണ്. ഞങ്ങളുടെ ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ഒരാക്രമണം ഉണ്ടായാൽ ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ബേസ്, ഈ രണ്ടാലൊന്ന് ഞങ്ങൾ ആക്രമിച്ചിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇറാനും ഇപ്പോൾ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാൻ തയ്യാറല്ല. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇറാനും അമേരിക്കയും ഒരു പൂർണ്ണമായൊരു യുദ്ധത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വെടിനിർത്തൽ അങ്ങനെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അമേരിക്കക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്ഷീണം നേരിടുന്നത്. കാരണം ഇറാൻ അവരുടെ പദ്ധതികൾ അതിനിടയിലും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾക്ക് അവർ ഫീസ്, ടോൾ ഏർപ്പെടുത്തുന്നതിലൂടെ അവരുടെ പദ്ധതികൾ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചൈനയിലേക്ക് അവർ എണ്ണ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇറാനും പല ഭാഗങ്ങളിലേക്ക് എണ്ണ സപ്ലൈ ചെയ്യുന്നു. ഈ സപ്ലൈ ലൈൻ നിൽക്കാതിരുന്നാൽ മാത്രം മതി ഇറാനെ സംബന്ധിച്ചിടത്തോളം. അതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അവർ നടത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധമില്ലാതെ നിലനിൽക്കുക, വലിയ സാമ്പത്തിക നേട്ടം ഈ ഒരു ഗ്യാപ്പിൽ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ ഈ അമേരിക്ക ഈ ഒരു ഉപരോധം ഒഴിവാക്കിയാൽ തന്നെ വലിയ സാമ്പത്തിക നേട്ടം ഇറാന് ഉണ്ടാക്കാൻ കഴിയും. കാരണം അതിലൂടെ പോകുന്ന കപ്പലുകൾക്കെല്ലാം ടോൾ പിരിക്കാൻ കഴിയും, പെർമിറ്റ് നൽകി ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ യഥേഷ്ടം എണ്ണയും വിറ്റഴിക്കാൻ കഴിയും. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ നീക്കം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് ഇറാന്റെ മുന്നിലുള്ള കാര്യം. അതേ സമയത്ത് അമേരിക്കക്ക് അതുകൊണ്ടൊന്നും അവരുടെ ലക്ഷ്യം നേടാൻ കഴിയില്ല. അവർക്ക് പൂർണ്ണ സ്കെയിൽ, പൂർണ്ണ യുദ്ധം ഇറാനുമായി നടത്തി, ഒരുപക്ഷെ ഒരു കരയുദ്ധം പോലും നടത്തി പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവരുടെ ഒരു ചെറിയ ലക്ഷ്യമെങ്കിലും അവർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഇറാൻ ഇപ്പോൾ അവർക്ക് പ്രതിരോധിച്ചാൽ തന്നെ അവരുടെ ലക്ഷ്യം നേടിയെന്ന് അവർക്ക് പറയാൻ കഴിയും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചാൽ തന്നെ അവർക്ക്, അതായത് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ അനുവദിക്കാതെ പ്രതിരോധം തീർത്താൽ തന്നെ ഇറാൻ വിജയിച്ചു എന്ന് പറയാം. പക്ഷെ ഇറാൻ അതല്ല ചെയ്യുന്നത്. അതിനിടയിൽ സാമ്പത്തികമായ പല പദ്ധതികളും ആവിഷ്കരിച്ച് അതെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ ഇതെല്ലാം അംഗീകരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് പേരിന് ഒരു യുദ്ധം ഉണ്ടായി എന്നത് ശരിയാണ്. ഈ യുദ്ധം ഇല്ല എങ്കിൽ ഇറാന് ഇത്തരം പദ്ധതികൾ, ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സോഴ്സായി മാറ്റാനുള്ള പദ്ധതികളൊന്നും അവർക്ക് ലോകത്തിന് മുന്നിൽ വെക്കാൻ കഴിയില്ല. അത് ലോക രാഷ്ട്രങ്ങളെല്ലാം തള്ളിക്കളയും. അതേസമയത്ത് യുദ്ധത്തിനിടയിൽ ഇറാന് ബലമായി അത് സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ മുതലെടുപ്പാണ് ഈ യുദ്ധത്തിലൂടെ മൊത്തം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഈ അമേരിക്കയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെയെല്ലാം സാമ്പത്തികമായി വലിയ രീതിയിൽ ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നു. ഇതും അമേരിക്കക്ക് പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. അപ്പോൾ വലിയ നേട്ടം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഈ നേട്ടത്തിന് തടസ്സം വരുന്നത് അമേരിക്കയുടെ ഈ ബ്ലോക്കേഡ് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ച് ഞങ്ങൾ കപ്പൽ ആക്രമിക്കും, അല്ലെങ്കിൽ ബേസിന് നേരെ ആക്രമണം ഉണ്ടാകും. അതെല്ലാം ഒരു പ്രതിരോധമായി മാത്രം കാണുന്നു എന്ന് പറഞ്ഞാൽ, അതായത് ഞങ്ങൾ ഒരു ആക്രമണം തുടങ്ങി വെച്ചു, അങ്ങനെ യുദ്ധത്തിലേക്ക് പോവുകയില്ല. അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ തിരിച്ചൊരു ആക്രമണം ഉണ്ടാകും. ഇത്ര മാത്രമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ചുകൂടെ പ്രഹരം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ആ കാര്യങ്ങൾ ഒരു പ്രതിരോധമായിട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിലൂടെ ഇറാന് ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കുക യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും നെഞ്ചിടിപ്പ് എത്രമാത്രം വർദ്ധിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വലിയ ലക്ഷ്യങ്ങൾ വെച്ച് ഇറാനെ ഒന്നും അല്ലാതാക്കണം എന്ന് കരുതി യുദ്ധം ആരംഭിച്ച ഈ രണ്ട് വ്യക്തികൾ, അവരെ സംബന്ധിച്ച് അവർ ലോകത്തിന് മുന്നിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇതിന് അവർ ഉത്തരവാദികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിൽ നിന്ന് തന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ നേരിടുകയാണ്. അമേരിക്കൻ സൈനിക രംഗങ്ങളിൽ വലിയ രൂപത്തിലുള്ള വിള്ളലുണ്ടാവുകയാണ്. രാജികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വലിയ പ്രതിസന്ധി നടക്കുന്നു. എന്നാൽ
ഇറാനിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇതുവരെ സാധിച്ചില്ല. ഇറാനിൽ ഒരു ചെറിയൊരു പ്രതിഷേധ പ്രകടനം പോലും ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അവിടുത്തെ ഭരണകൂടത്തിനെതിരെ ഉണ്ടായില്ല എന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെയാണ് ഇതെല്ലാം ഇറാനെതിരെ പ്രഖ്യാപിച്ച അമേരിക്കയും ഇസ്രയേലും പറഞ്ഞതെല്ലാം കള്ളപ്രചരണങ്ങളായിരുന്നു, അവിടുത്തെ ജനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കള്ളമായിരുന്നു എന്ന് ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഈ യുദ്ധത്തിലൂടെ ഇറാന് സാധിക്കുകയും ചെയ്തു. എന്തായാലും ഇനിയൊരു നീക്കം ഇത് അവസാനിപ്പിച്ചാൽ ഇനിയൊരു നീക്കം അമേരിക്കക്കോ ഇസ്രായേലിനോ ഇറാനെതിരെ നടത്താൻ കഴിയില്ല. ഇതിലൂടെ ഈ കാര്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ലോകത്തെ വൻ ശക്തിയായി ഇറാൻ മാറും. പിന്നീട് അമേരിക്കക്കോ ഇസ്രായേലിനോ അതിനെ ഇല്ലാതാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.